അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു വൃത്തത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം 5 മീറ്റർ ആയാൽ ആ വൃത്തത്തിന്റെ വിസ്തീർണം എത്ര? ഓക്കെ, അപ്പൊ ഒരു വൃത്തം ഉണ്ട്. ആ വൃത്തത്തിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം. അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്കിന്റെ, ഈ ഒരു ചാപത്തിന്റെ നീളം. ഈ ഒരു ചാപത്തിന്റെ നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൊത്തത്തിൽ ഈ ഒരു ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഈ ചുറ്റിയുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് വിളിക്കുക. അപ്പൊ ചുറ്റളവിന്റെ 1/4 എന്ത്? വൃത്തത്തിന്റെ ആകെയുള്ളതിന്റെ 1/4 എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ 1/4. അതാണ് എത്രയെന്ന് വന്നിട്ടുള്ളത്? 5 മീറ്റർ എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താണ്? 2πr. നമുക്ക് ചോദിച്ചിട്ടുള്ള വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ്? πr². അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പൊ ചുറ്റളവിന്റെ 1/4 5 മീറ്റർ. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr. അതിന്റെ 1/4 5 മീറ്റർ എങ്കിൽ 2πr എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 4നെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 2πr ഈക്വൽ ടു 5×4 20 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കണ്ടുപിടിക്കാൻ r അവിടെ വെക്കുന്നു, ഈ 2π ഇപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. ഈ രണ്ടും വെട്ടിപ്പോവും. 10/π ആണ് എന്ത്? r എന്ന് പറയുന്നത്. അപ്പൊ r കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചെന്താണ്? വിസ്തീർണമാണ് ചോദിച്ചത്. വിസ്തീർണത്തിന്റെ ഇക്വേഷൻ πr². ഈ r-ന്റെ വാല്യൂ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ πr² ഉണ്ട്. r-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 10/π. അപ്പൊ r² എന്ന് പറഞ്ഞാൽ 10/π-യുടെ സ്ക്വയർ. ഈ π ഇങ്ങോട്ടും ഇറക്കി എഴുതാം. അപ്പൊ πr² എന്തായിട്ട് മാറും? πr² എന്നുള്ളത് π ഇൻറ്റു 10/π² എന്ന് വരും. അപ്പൊ π ഇൻറ്റു 10/π ഇൻറ്റു 10/π എന്ന് എഴുതാം. ഇനി ഈ പയ്യും വെട്ടി. 10 × 10 100. താഴെയുള്ള പൈ അതുപോലെ എഴുതി. 100/π ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. 100/π മീറ്റർ സ്ക്വയർ ആണ് ആ വൃത്തത്തിന്റെ വിസ്തീർണം.